ഹലോ, ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് എനിക്ക് കുറച്ച് ബ്രൗണീസിൻ്റെ ബൾക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പോകുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ്. ചെന്നൈയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ്. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടാണ് ഈ ഓർഡർ തരുന്നത്. ആൾ കോയമ്പത്തൂരിലാണ്. ഇങ്ങനെ കൊടുക്കാനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം. 5th ഓഫ് ഡിസംബർ ആണ് പറഞ്ഞത്. രാത്രി തന്നെ ഞാൻ ഇതെല്ലാം ബേക്ക് ചെയ്തു. ഇതൊരു 2.5 kgs ഓഫ് ബ്രൗണീസ് ആണ് ഇൻ ടോട്ടൽ വരുന്നത്. ഇത് ഞാനൊരു 8 ഇഞ്ചിൻ്റെ ടിന്നിൽ 5 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ എന്നോട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 150 പീസസ് വേണം. അതുമല്ല ഓൾഡ് ഏജ് ഹോമിലേക്കാണ് പോകുന്നത്. മിക്ക ആൾക്കാർക്കും ഷുഗറും ഒക്കെ കാണും. അപ്പം ജസ്റ്റ് അവരുടെ ഒരു ക്രേവിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും ചെറിയ പീസസ് മതി. തീരെ ചെറിയ ആകാനും പാടില്ല, വലിയ പീസസും വേണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. നമുക്ക് ദീപാവലിയിലെ ഹാമ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രൗണി ബോക്സിൻ്റെ. അതിൽ വരുന്നത് ഇതിനേക്കാളും ചെറിയ സൈസിലുള്ള ബ്രൗണി പീസസ് ആണ്. അപ്പം അതിനേക്കാളും കുറച്ച് വലിയ സൈസിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാനിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രൗണീസും ഞാൻ ബേക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 20 മിനിറ്റ്സ് ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചു. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ മുകളിലുള്ള ആ ക്രിങ്കിൾ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അധികം മെസ്സി ഒന്നും ആകത്തില്ല. അതുപോലെ ഇതിൻ്റെ ബാക്കിലത്തെ ആ ബേക്ക് ചെയ്ത് എടുത്ത പാച്ച്മെൻറ്റ് പേപ്പറും ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ ബ്രൗണീസും കുക്കീസും ക്രിസ്മസ് കേക്കൊക്കെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. കാരണം ഇത് അത്ര പെട്ടെന്ന് കേടാവാത്ത ഐറ്റംസ് ആണ്. പിന്നെ ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഞാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. അപ്പോൾ ഈ ബ്രൗണീസ് എല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചില്ലേ, ആ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത്. അതുപോലത്തെ ഇപ്പോൾ ഒരു സ്ലാബിൽ വരുന്ന 36 പീസസ് ആണ്. അപ്പോൾ അങ്ങനെ ഇൻ ടോട്ടൽ എനിക്ക് ഒരു 180 പീസസോളം കിട്ടി. എനിക്കാണെങ്കിൽ ഈ ഡിസംബർ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓർഫനേജിലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ട്രീറ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, അവൾക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന്. പെട്ടെന്ന് ഞാൻ ഒന്നും നോക്കില്ല, ഓർഡേഴ്സ് എടുത്തു ഞാൻ. എന്നിട്ട് ബാക്കി എല്ലാം റെഡിയാക്കി നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി എല്ലാം സെറ്റ് ചെയ്തു. ഡെലിവറി ഞാൻ സ്വിഗ്ഗി ജീനി വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് എനിക്ക് ലൊക്കേഷൻ മാപ്പ് തന്നില്ലായിരുന്നു, അഡ്രസ്സ് മാത്രമാണ് തന്നത്. അഡ്രസ്സ് ഞാൻ സ്വിഗ്ഗി ജീനിയിൽ അടിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഒരു 15 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്കിനും അത് 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. എന്തുവാണേലും ഞാൻ ബുക്ക് ചെയ്തു. ആള് വന്നു ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആള് സ്വിഗ്ഗി ജീനി കാണിച്ച മാപ്പ് വരെയും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്ട്രാ 5 കിലോമീറ്റേഴ്സും കൂടെ പോയി. അതിന് ഞാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ആളവിടെ എത്തിയിട്ട് പാഴ്സൽ ഡെലിവറി ചെയ്തു. എന്നിട്ട് ഞാൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം പുള്ളി പറയുക, പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഓൾഡ് ഏജ് ഹോമിലേക്കല്ലേ പോയത്, അതുകൊണ്ട് അത് പുള്ളിയുടെ വക ഇരിക്കട്ടെ എന്ന്. അങ്ങനെ എന്തായാലും ഞങ്ങൾ 3 പേര് ഹാപ്പിയായി ഇന്നത്തെ. അതുപോലെ ഈ ബ്രൗണീസ് ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.